ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം കൂടെ വന്നെത്തിയിരിക്കുകയാണ്. ഇത്തവണ ഓണത്തിന് നമുക്ക് നല്ലൊരു പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കിയാലോ. കുറെ ഓണം സദ്യ റെസിപ്പീസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കിച്ചടി സദ്യയിൽ ഒഴിച്ചുകൂടാനാകാത്തൊരു വിഭവമാണ്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പൊ എല്ലാവരും തിരക്ക് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോയാലോ. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത ശേഷം ഒരു ചൂട് കട്ടിയുള്ള ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നാടൻ വിഭവങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതിന്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക ഒരുപാട് വലിയ കഷ്ണങ്ങളാവരുതേ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം ഒരു 5 മിനിറ്റ്സ് മൂടി വെച്ച് കുക്ക് ചെയ്യാം. പാവയ്ക്ക നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് കിച്ചടി ഉണ്ടാക്കുന്ന രീതി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് പാവയ്ക്ക ഇപ്പം നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു വെച്ച ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ്സ് ഒക്കെ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയ പോലെ വരും. അതിന്റെ ആ വെള്ളമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് ഒരു കുറച്ച് തേങ്ങ, ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, പിന്നെ കുറച്ച് തൈര്, ഒരു 2 ടീസ്പൂൺ തൈര് ഇതും ചേർത്ത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. തരികളൊന്നും ഉണ്ടാവരുത്, നന്നായിട്ട് അരച്ചെടുക്കണം. നമുക്ക് തീ നന്നായിട്ടൊന്ന് കുറച്ചെടുത്ത ശേഷം അരച്ചെടുത്തിട്ടുള്ള ആ ഒരു അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് അരച്ചത് കൊണ്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഒരുപാട് ഇങ്ങനെ വലിയ തീയിൽ തിളച്ചിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകും. ചെറിയ തീയിൽ ഒന്ന് ചൂടായിട്ട് വരവേ ചെയ്യാവുള്ളൂ. ആ ഒരു അരപ്പിന്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറി വരണം. എന്നാലും തൈര് പിരിയാനും പാടില്ല. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഞാൻ കുറച്ചുകൂടെ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് കൺസിസ്റ്റൻസി കുറച്ചുകൂടെ കുറുകിയല്ല വേണ്ടതെങ്കിൽ കുറച്ചുകൂടി തൈര് ചേർത്ത് കൊടുത്താൽ മതി. പച്ചടിയൊക്കെ നമ്മൾ ഇലയിൽ വിളമ്പുമ്പം ഒഴുകി പോകാത്ത രീതിയിൽ ആ ഒരു കുറുകി വേണം ഇരിക്കാനായിട്ട്. ഒരു ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ചെറിയ തീയിൽ തിളച്ചിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകത്തില്ല. തീ ഒരുപാട് കൂട്ടി വെച്ച് തിളച്ചാലാണ് ഇത് പിരിഞ്ഞു പോകുന്നത്. കണ്ടോ, ഇതുപോലെ വേണം ഇരിക്കാനായിട്ട്. ഇനി നമുക്ക് കടുക് തളിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കും. ഉലുവ ഒരുപാട് കൂടി പോരുത്, കയ്പ് ടേസ്റ്റ് വരും. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ചേർത്ത് കൊടുക്കാം, ഉള്ളി ചേർത്ത് കൊടുക്കാം. കിച്ചടിയിലാണ് നമ്മൾ താളിച്ച് ഇങ്ങനെ ചേർക്കുന്നത്, കുക്ക് ചെയ്യുന്നത്. പച്ചടിയിൽ നമ്മൾ കുക്ക് ചെയ്യത്തില്ല, അത് പച്ചയായിട്ട് തന്നെ എടുക്കുന്നതുകൊണ്ടാണ് പച്ചടി എന്ന് പേര് വരുന്നത്. അപ്പൊ ഇത് നമ്മുടെ പാവയ്ക്ക കിച്ചടിയാണ്. വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ എല്ലാ പ്രാവശ്യം എല്ലാവരും മിക്കവാറും ഈ വെള്ളരിക്കൊക്കെ അല്ലേ കിച്ചടി, ബീട്രൂട്ടൊക്കെ, അപ്പൊ ഈ പാവയ്ക്ക കൂടി ഉണ്ടാക്കി നോക്കും. നല്ല ടേസ്റ്റ്. ആ പാവയ്ക്കയുടെ കയ്പും തൈരിന്റെ പുളിയും എല്ലാം കൂടി ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു ഈസി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ടേക്ക് കെയർ. അണ്ടിൽ ദെൻ ബൈ ബൈ.